ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ഗോങ് ഉണ്ടാക്കിയായിരുന്നു ഇവിടെ. അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു സന്യാസിന്റെ വീടും കൂടി വരുന്നുണ്ടെന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ അതും ഉണ്ടാക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് റിസോഴ്സസ് കളക്ട് ചെയ്യണം ഈ സന്യാസിന്റെ വീട് ഉണ്ടാക്കണമെങ്കിൽ. ആദ്യം ഈ 2 മുട്ട എറിഞ്ഞ് നോക്കാം. ഒന്നാമത്തേക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ലക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് എന്തെങ്കിലും നല്ല കാര്യം നടക്കണേ. ഈ സന്യാസിന്റെ വീട് അത്രയ്ക്ക് വലുതൊന്നും അല്ല, ഒരു ചെറിയ സാധനമാണ്. എനിക്ക് അധികം സമയമൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറൊരു സംഭവം ചെയ്യാണ്ട്. ഞാൻ എന്താ പറഞ്ഞ രീതിയിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ വേഗം നോക്കി അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് തരാം. എന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ അയൺ ഫാമിൽ നോക്കിയിട്ടില്ല. മിക്കവാറും നിറഞ്ഞിട്ടുണ്ടാവും. കണ്ട ഈ പോപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് മൊത്തം എടുത്തിട്ട് അവിടെ ഒരു ബോൺ മീൽ ആക്കി ഉണ്ടാക്കിയാലും എൻ്റെ ഒരു ഐഡിയ. ഇതിങ്ങ് മൊത്തം എടുത്തിട്ട് അവിടെ ഒരു ബോൺ മീൽ ഫാം ഉണ്ടാക്കുക. അതാകുമ്പോൾ ഇതും കുറേ കളഞ്ഞ് കിട്ടും. പിന്നെ വെറുതെ നമുക്ക് ബോൺ മീലും കിട്ടിക്കോളും. 4 ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ 3 എണ്ണമായി. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി മതി. കാരണം നമുക്ക് 2 ഹോപ്പറും 2 ചെസ്റ്റും വേണം. ഈ ഒരു കമ്പോസ്റ്ററിലായിട്ട് കൊടുക്കുക അല്ലേ. ഇവിടെ ഒരു ഹോപ്പർ വെക്കുക. എന്നിട്ട് ചെസ്റ്റ് എടുക്കണം. ചെസ്റ്റ് എടുത്തിട്ട് മണ്ടേ കയറിയിട്ട് ഇങ്ങനെ വെക്കുക. ഇനിയിപ്പോൾ ഞാൻ പോപ്പിയിലോട്ട് വെച്ചാൽ ഈ പോപ്പി ഇതിനകത്ത് നിറഞ്ഞിട്ട് ബോൺ മീൽ കിട്ടാനുള്ളതാണ്. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ അടി കുഴിച്ചിട്ടുണ്ട്. എനിക്കിതാ ഇവിടെ ഒരു ചെസ്റ്റ് വെക്കണം. ഇതങ്ങ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഹോപ്പർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതും ഇങ്ങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് വർക്കാവാനുള്ളതാണ്. ഞാൻ പോപ്പി വെച്ച് കൊടുത്താൽ പോപ്പി ഒന്ന് അകത്തോട്ട് പോവുക. ഈ പോപ്പിയൊക്കെ എടുത്ത് ഇതിലോട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വർക്കാവും നോക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി. ഇതുവരെ ഏറ്റവും ഒരു ബോൺ മീൽ പോലും കിട്ടിയില്ല. പെട്ടെന്ന് കിട്ടാനുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്ത് പോകുന്നുണ്ട്. ഇതിനകത്ത് പോകുന്നുണ്ട്, പക്ഷെ കമ്പോസ്റ്ററിലോട്ട് പോകുന്നില്ല. അതൊരു പ്രശ്നമുള്ളത്. അതെന്താ പറ്റി സംഭവം എന്താ എനിക്ക് മനസ്സിലായി. നമ്മൾ ഹോപ്പർ വെച്ചതിന്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴാണെന്ന് ലോജിക്കായിട്ട് ആലോചിച്ചത്. മൈൻക്രാഫ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്ററിന് സൈഡിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ബോൺ മീൽ ചെയ്യാം. പക്ഷെ ഹോപ്പർ ആകുമ്പോൾ അതിന്റെ മണ്ടേ തന്നെ വെക്കണം. അപ്പം അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പിന്നെ കമ്പോസ്റ്റർ എടുത്തിട്ട് വരാം. ഓക്കെ, കമ്പോസ്റ്റർ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഹോപ്പർ എടുക്കണം. ഹോപ്പർ എടുത്തിട്ട് ഇതിന്റെ മണ്ടേ കയറി ഇങ്ങനെ വെക്കുക. ഇനി ഇതിന്റെ മണ്ടയിൽ ഒരു ചെസ്റ്റ് വെച്ച് കൊടുക്കണം. അത് എടുക്കട്ടെ. അതിങ്ങ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിലോട്ട് വന്നിട്ട് ഈ 2 ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയണം. ഇവിടെ ഒരു ചെസ്റ്റ്. ഇനിയിപ്പോൾ ബാക്കിലോട്ട് വന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ടായിട്ട് ആ ചെസ്റ്റിലോട്ട് കണക്ട് ആകുന്ന പോലെ ഇങ്ങനെ ഹോപ്പർ വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പോപ്പി ഒത്തിയിലോട്ട് ഇടാം. ഓക്കെ, ഇപ്പോൾ വർക്കാവുന്നുണ്ട്. കമ്പോസ്റ്ററിലോട്ട് പോപ്പി കയറുന്ന ഒച്ചയ്ക്ക് എനിക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അറിയില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ബോൺ മീൽ കിട്ടാനുള്ളതാണ്. ഇതാ കമ്പോസ്റ്ററിലോട്ട് പോകുന്നതിൻ്റെ ഗ്രീൻ പാർട്ടിക്കൽ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് കൊപ്പിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അതങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ 2 ബോൺ മീലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനെങ്കിൽ പോയിട്ട് ആ ഒരു നമ്മുടെ സന്യാസി വീടിൻ്റെ കാര്യം നോക്കട്ടെ. വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ആ ബിൽഡിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്തിനൊരു വേറെ എംറ്റി ആയിട്ടും തോന്നൂല. ഇപ്പോൾ 2 ബിൽഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. താഴത്തെ കല്ലിൽ നോക്കണ്ടാക്കാൻ മാറ്റാനുള്ളതാണ്. ഇതിൻ്റെ മണ്ടയിലാണ് നമ്മുടെ സന്യാസം ചെയ്തുകൊണ്ടിരുന്നത്. അത് തപസ്സിരുന്നുകൊണ്ടിരുന്നത്. ഞാൻ പുരാണത്തിൽ വായിച്ചിട്ടുള്ള സന്യാസി തപസ്സിരുന്ന് അവിടെ നിന്ന് തന്നെ മരിച്ചു പോയി എന്നാണ്. അതുകൊണ്ട് ഈ മലയിലോട്ട് വരുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം. ഇതായിരുന്നു നമ്മുടെ സന്യാസിൻ്റെ മെമ്മറി ആയിട്ട് ഇവിടെ കെട്ടിയ, ബാക്കി സന്യാസികളെല്ലാം കൂടി കെട്ടിയ ഒരു ബെല്ലാണത്. പക്ഷേ ഇപ്പോഴും അങ്ങ് ദേശത്ത് വില്ലേജ് കുറെ വില്ലേജേഴ്സ് വന്ന് നമ്മുടെ സന്യാസിനെ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ആര് പ്രാർത്ഥിക്കാൻ വന്നാലും പാലും മുട്ടയും കൊണ്ടുവരണം. അതാണ് സന്യാസിക്ക് നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കേണ്ടത്. ഇന്നത്തേക്കുള്ളത് ഇത്ര മതി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ, മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്ട്രെയിറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന്. കാരണം ഞാൻ അടുത്ത എപ്പിസോഡിൽ ഡ്രാഗണെ കൊല്ലാൻ പോവാണ്. കാരണം ആ എലേറ്റർ കിട്ടിയാൽ നമുക്ക് ഇച്ചിരിയും കൂടി നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ആ മാംഗ്രോ സ്വാമ്പ് തപ്പി ഇറങ്ങിയത് ഞാൻ മടുത്ത്. പക്ഷെ ഒരു എലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറന്ന് വരികയും ചെയ്യാം, പറന്ന് പോകാനും പറ്റും. അതുകൊണ്ട് ഇച്ചിരി നല്ലതാണ്. പിന്നെ മൈൻക്രാഫ്റ്റ് ഡ്രാഗണൊക്കെ ഒന്നതിന് ശേഷം നിൽക്കൂല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും വേൾഡ് കളിക്കാം. സത്യം പറഞ്ഞാൽ ഒരു എൻഡില്ല. ഹാർഡ് കോറിലാണ് എൻ്റെ ഉണ്ട്. നമ്മൾ ചത്ത ഇവിടെ തീരും. പക്ഷേ ഇത് നമ്മൾ ഹാർഡ് കോർ അല്ലാത്തതുകൊണ്ട്
എത്ര ചത്താലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് ആ നെതറിലൊന്ന് പോയിട്ട് നെതർ ഫോർട്രസ് കണ്ടുപിടിക്കാൻ വേണം. ഒരു ബ്ലേസ് റോഡ്, ഒരെണ്ണല്ല കുറച്ച് ബ്ലേസ് റോഡ് എടുക്കണം. ഞാനപ്പോൾ ഈ ഒരു ഇൻവെന്ററി ക്ലിയർ ചെയ്തിട്ട് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ആ നെതറിലോട്ടൊന്ന് പോകാൻ പോവാണ്. ആവശ്യമായിട്ട് തോന്നുന്നുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോപ്പറിനോട് ബൈ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോവാണ്. ചോപ്പർ ജീവനുണ്ടെ കാണാം. ടാറ്റ ബൈ ബൈ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. ചാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാനിവിടെ എത്തി. ഇനിയിപ്പോൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. മെയിനായിട്ട് പേടിക്കേണ്ട മറ്റേ പിഗ്ലിൻസിനാണ്. ആ ഒരു ഗാസിന് മ്യൂസിക് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങെടുത്തേക്കാം. വേറെ ഒന്നും വേണ്ട, മ്യൂസിക് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ ഒരു ഇത് നോക്കി പോട്ടെ, എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് കണ്ടാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അന്ന് ഞാൻ മറ്റേ ഹാപ്പി ഗാസിന് തപ്പ വന്നപ്പോൾ ഉണ്ടാക്കിയ ബ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ബോട്ട് എടുത്ത് കൈ പിടിക്കട്ടെ, കാരണം ഇവിടെ വെള്ളം വെച്ച് ML ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ML ചെയ്താൽ മതി. അഥവാ എന്തെങ്കിലുമൊക്കെ പാളിപ്പോയാൽ ഞാൻ തീർന്ന്. ദേ അവിടെ ഗാസ് തിക്കുന്ന ഇവന്മാർ ഇപ്പോഴും നമ്മളെ കാണുന്നതിനെ തീർത്തില്ലെങ്കിൽ അവന്മാർ നമ്മളെ തീർത്ത് കളയും. അമ്പൊന്നും കൊള്ളുന്നില്ലല്ലോ. ചാവട ചാവട, അതും കൊണ്ടില്ല അതോ എൻ്റെ അമ്മ ചോടുന്നു. ചോട ചോട, അയ്യോ അത് പൊട്ടി. നോക്കണം. ഇത് നോക്കിയോ. അയ്യോ അത് ആയില്ലല്ലോ. നിൽക്കുക ഒന്നും കൂടി കാണിച്ചു. കറക്റ്റ് അമ്പോട് നോക്കിയോ. അതും ആയില്ല. നിൽക്ക് വെയിറ്റ് വരട്ടെ. ഇത് നോക്കിക്കോ. ഞാൻ റീബൗണ്ട് ചെയ്യുന്നത് കണ്ടാ. റീബൗണ്ട് ചെയ്ത് അടുത്ത വട ഇടറാ. നിർത്തി. ഞാൻ പോന്നാ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവന്മാരുടെ ഒരു ഒമ്പ് പോലും തട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് വേഗം പോട്ടെ. ഞാൻ ഈ ക്രിംസൺ ഫോറസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും മൊത്തം ഒരു ചുമപ്പ് വൈബായി. ഇവിടെ ഇച്ചിരി ശ്രദ്ധിക്കണം, കാരണം ഇവിടെ മറ്റേ പിഗ്ലിൻസ് ഇച്ചിരി അധികം ഉണ്ടാവും. സോൾസ് ആൻഡ് വാലിയിൽ ഉണ്ടാകുന്നതിനെക്കാട്ടിലും. പിന്നെ മറ്റേ ജീവി ഉണ്ടാവും. ഇതാ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നു. ഓടറാ. എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ ഇപ്പോൾ പേടിച്ച് ലാവിലോട്ട് ചാവണം. ഞാൻ ചാടട്ടെ. അയ്യോ ലൈഫ് പോയി. ഓടാ. എന്നൊന്നും ചെയ്യല്ലേ. അവിടെ ബാക്കിൽ പിഗ്ലിനുണ്ട്. എന്നൊന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യല്ലേ. ഓടറാ ചെയ്യല്ലേ. ഞാൻ ഈ ബയോം വിട്ടേ പോന്ന. ഈ ബയോം കയറേണ്ട ഞാൻ ആദ്യം വിചാരിച്ച അവന്മാർ പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനി പാരാന്നെ വട. ഇനി തൊട്ട് ഈ മരത്തിൻ്റെ മണ്ടേന്നൊന്നും ഞാൻ ഇറങ്ങുന്നില്ല. ഇറങ്ങിയ അവന്മാരെന്നെ പച്ചയ്ക്ക് കടിച്ച് തിന്നും. ഇതവിടെ മറ്റേ നിൽക്കുന്നു. അവനിപ്പോഴും അമ്പ് വിട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. കാരണം അവൻ്റെ അടുത്ത് പോയി അവൻ നമുക്ക് തീർക്കാൻ പറ്റില്ല. ഭയങ്കര ഡാമോ തരുക. ചാവടതവൻ വരുന്നു. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പേടിക്കണ്ട. ഇനിയിപ്പോൾ പിഗ്ലിനെ മാത്രം പിടിച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്ത് ഇതേപോലത്തെ വല്ല ജീവി ഉണ്ടോ അറിയില്ല. പെട്ടവൻ കാണല്ലേ. കണ്ട് ഓടിക്കോ. ഓട്. ഇത് അടുത്തവൻ ഓട്. അടിക്കല്ലേ. ചാവല്ലേ. ഒന്നും ചെയ്യാളോ. ഞാൻ പോന്ന. അടിക്കല്ലേ. അയ്യോ ഇതിനകത്ത് കയറിക്ക. കയറാൻ പറ്റുന്നില്ല. വന്നോ. അയ്യോ ഓട. പോ. എനിക്ക് പേടിയാവുന്നു. ഞാൻ എക്സിറ്റ് അടിക്കാൻ പോവാണേ. എന്നൊന്നും നിങ്ങൾ പറയരുത്. ഞാൻ എക്സിറ്റ് അടിക്കുകയാണ്. എനിക്ക് പറ്റില്ല. ഞാൻ ബാക്ക് ടു ഗെയിം അടിച്ചാൽ അതിനെ തീർത്താളയും. കാരണം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് കോപ്പി വേൾഡ് ഉണ്ടാക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓപ്പൺ വേൾഡ് ഫോൾഡർ ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്തേക്കാം. കോപ്പി പേസ്റ്റ് സ്കിപ്പ്. ഓക്കെ, അതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കോപ്പിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഇതിനകത്ത് കയറി നോക്കാം. ദ ബാലിൻ്റെ ലോകം കോപ്പി. ഇനി ഇതിലോട്ടൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാറിയ പാടും ആക്സ് എടുത്തടിക്കുക. അല്ലെങ്കിൽ സോഡ കിട്ടി. കുഴപ്പമില്ല. മൂടിയിടാ. ഓക്കെ, ചാവല്ലേ. ചത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്ന. ഓക്കെ, ഇതേപോലെ എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ അടിച്ചോളെ. ഓർഡർ. ഇപ്പം അമ്പിട്ടുള്ളിൽ മൂടട്ടെ. ഓക്കെ, മൂടി. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഇതൊന്നും നമുക്കൊരു പുത്തിരിയല്ല. ഇതിനിപ്പോൾ നമ്മൾ ശരിക്കുള്ള വേൾഡിൽ പോയിട്ടങ്ങ് ചെയ്താൽ മാത്രം മതി. അടുത്തൊരു കോപ്പി ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഥവാ ഇതാറ്റം പാളീസ് ആയാലോ ഒന്നും കൂടി നമുക്ക് കരുതലെടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കയറി ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസ് ആക്കിയിട്ടുണ്ട്. ഞാൻ ആക്സ് എടുക്കുക, അടിച്ചു കൊല്ലുക. അത്ര തന്നെ. ഓക്കെ, ആക്സ് എടുത്ത് അടിച്ച് ഓക്കെ, ഒരുത്തൻ പോയി. ഇനിയിപ്പോൾ ഒരുത്തൻ കൂടെ ഉണ്ടല്ലോ. അമ്പൂട് നിർത്തുന്നുണ്ടല്ലോ. അവൻ പോയാ. ഓക്കെ, അവൻ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു. അതാ വരുന്നു. ചാവ്. ഓക്കെ, കിട്ടി. ഇത് കിട്ടി. ഇനിയിപ്പോൾ പേടിക്കാൻ പോടാ. അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ അവന്മാർ അടിച്ചിട്ടു. ഇതേ സംഭവം ഇനിയിപ്പോൾ എൻ്റെ ശരിക്കുള്ള വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം. എന്താവുമെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല. ആക്സ് എടുക്കുക, അടിച്ചുമല്ലോ. അയ്യോ, ഒരു പ്രശ്നം പറ്റി. ഞാൻ മറ്റേ F5 മോഡിൽ ഇട്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെ കാണുന്നത്. അതൊന്ന് റെഡിയാക്കണം. അടുത്ത കോപ്പി വേൾഡിലോട്ട് കയറുവാണ്. ഇതിനകത്ത് കയറിയിട്ട് ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് F5 മറ്റേ അടിച്ചു കൊല്ലാൻ പറ്റുമെന്ന്. ഓക്കെ, സിമ്പിളാണല്ലോ. അവൻ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുത്തരും കൂടി. ചാവ്. ഓക്കെ, ഇതേപോലെ ഒറിജിനലൊന്നും ചെയ്ത് നോക്കാം. വേഗം പോയിട്ട് വേഗം. ഇത്തവണ ഒറിജിനലാണോ ഒന്നും പറ്റണ്ടെന്നാൽ മതിയായിരുന്നു. ചാവ്. നീ വാ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഷീൽഡിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചാവട. ഓക്കെ, അങ്ങനെ ഒരു അപകടം തരണം ചെയ്തു. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ
സൂക്ഷിച്ച് മെല്ലെ ഫ്രണ്ടിലോട്ട് പോവാം. ഞാൻ എന്തെങ്കിലും നെതർ ഫോട്ടോസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ വന്നിട്ട് ബസാൾട്ട് എന്നല്ലേ ഞാൻ പറയാം, ഈ ബസാൾട്ട് ബയോം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടെ അങ്ങോട്ടൊക്കെ പോയി നോക്കിയൊക്കെ ഒരു ഫോട്ടോസ് കിട്ടുമെന്ന്. ബസാൾട്ട് ബയോമിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതൽ എവിടെയാണ് സ്പോൺ ആവർ. കിട്ടിപ്പോയി. ഓക്കെ, ഇനിയിപ്പോൾ പേടിക്കണ്ട. ഞാൻ പോയിട്ട് കുറച്ച് ബ്ലേസിനൊക്കെ ഒന്ന് ബ്ലേസ് റോഡ് ആക്കിയിട്ട് വരാം. ഞാൻ കുറേ നേരം വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. ചവട ചവട ചവട. ഓക്കെ, അവൻ ബ്ലേസ് റോഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് എടുത്താൽ മാത്രം മതി. അങ്ങനെ ആദ്യത്തെ ബ്ലേസ് റോഡ് കിട്ടി. അടുത്താൻ വന്ന് പോടാ ചവട ചവട. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ഹെഡ് ഡ്രോപ്പ് ചെയ്തിട്ടില്ല, ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അതാ താഴെ കിടക്കുന്ന അവൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓ ഭാഗ്യം. എൻ്റെ ആദ്യത്തെ വിതർ സ്കെൽട്ടൻ വിതറിൻ്റെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 8 കളക്ട് ചെയ്തിട്ടുണ്ട് ബ്ലേസ് റോഡ്. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോട്ടെ. 6 മതിയായിരുന്നു, 2 കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പോർട്ടൽ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കയറിപ്പോയാൽ മതി. ഓർഡർ. ഞാൻ കയറട്ടെ. ഇതിനകത്ത് കയറണം. മറ്റേനകത്ത് കയറാം. ഇതിനകത്ത് കയറുമ്പോൾ നമ്മൾ കേവിലോട്ടാണ് പോകാൻ തോന്നുന്നു. മറ്റേനകത്ത് കയറിയാലേ ബേസിലെത്തുള്ളൂ. അയ്യോ, ഗാസ്റ്റ് ഫയർ ഇടുന്ന്. വേഗം പോ. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നത്. രക്ഷപ്പെട്ടു. അയ്യോ, ക്രീപ്പർ. ഭാഗ്യം ചത്തില്ല. ഭാഗ്യം കേട്ടോ. ഞാൻ ക്രീപ്പറിന് തല കണ്ടുപോലെ ഷീൽഡ് പിടിച്ച് തന്നേ, അല്ലെങ്കിൽ ഞാൻ ചത്തേനെ. ഒന്നിന്നിങ്ങനെ രക്ഷപ്പെട്ട് വരുമ്പോൾ അടുത്ത പണി തരാൻ വേണ്ടി നിൽക്കും. മൊത്തത്തിൽ പണിയിട്ടിരിക്കുകയാണ് ഞാൻ. ഇതൊന്ന് റെഡിയാക്കണം. അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കാം. ഡ്രാഗൺ എനിക്ക് കൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിക്കോളാം. അത് എനിക്ക് എന്തൊക്കെ കിട്ടി ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ സ്കള്ള്, പിന്നെ ഡ്രൈഡ് കാസ്റ്റ് എനിക്ക് 5 കിട്ടി. അതാണ് ഞാൻ ഞെട്ടിയത്. കാരണം അന്ന് ഒരെണ്ണം തപ്പാൻ പോയപ്പോൾ ഒരെണ്ണം മര്യാദയ്ക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇന്ന് 5 കിട്ടി, എന്തോ ഭാഗ്യത്തിന്. ആ ഒരു ബ്ലേസ് റോഡ് ഞാൻ ബ്ലേസ് പൗഡർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 5 ഹാപ്പി കാസ്റ്റ് ഡ്രൈഡ് കാസ്റ്റിന് ഞാൻ കാസ്റ്റ് ആക്കും തോന്നുന്നില്ല. ചിലപ്പോൾ 2 മാത്രമേ ആക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ വരാം. അതേപോലെ അടുത്ത എപ്പിസോഡ് ഡ്രാഗണിയും കൊല്ലാം. ടാറ്റ ബൈ ബൈ.